ഇവര് UDF-ഉം LDF-ഉം ഒരുമിക്കുന്നു, അവരാണ് ശത്രുക്കൾ എന്ന് പറയുന്നത്. UDF പറയുന്നത് LDF-ഉം BJP-യും തമ്മിലുള്ള ഡീലാണെന്നാണ് പറഞ്ഞത്. അല്ല, ഉദാഹരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പൊ പിണറായിക്കെതിരെയുള്ള കേസായാലും എല്ലാ കാര്യങ്ങളും. ആ കോൺഗ്രസിന്റെ ആ ആരോപണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനിപ്പോ എനിക്കതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം അത് ഇവിടുത്തെ സമൂഹത്തിന് മുഴുവൻ അറിയാം. അതിന്റെ അനുഭവസ്ഥനാണ് ഞാൻ. ഒന്ന്, ഇവിടുത്തെ സമൂഹത്തിനറിയാം ആരും ആരുമായിട്ടാണ് ഡീൽ ചെയ്യാന്നത്. കേരളം വിട്ടു കഴിഞ്ഞാൽ ഇവര് രണ്ടല്ല ഒന്നാണ്. ഇനി ഇവിടെ മാത്രം ഒന്നാവാനുള്ളൂ. ഇത് സമീപ ഭാവിയിൽ വരും. പക്ഷെ അവർക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് അവർക്ക് ഇങ്ങനെ പറയാനുള്ളത്. ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നാണ്. ഇതിപ്പോ കഴിഞ്ഞ ലോക്സഭയിൽ സുരേഷ് ഗോപി ജയിച്ചതിന് UDF പറഞ്ഞത് LDF ജയിപ്പിച്ചു എന്നാണ്. LDF പറയുന്നത് 3-ാം സ്ഥാനത്ത് മുരളീധരൻ 3-ാം സ്ഥാനത്തോട്ട് പോയപ്പോൾ ആ വോട്ട് ഒരിക്കലും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടാണ് അവര് പഴിചാരിക്കൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെയാണ്. അതിൽ കുറച്ച് കഴിഞ്ഞ് BJP-ക്ക് ഇത്തവണ ഒരു 50 സീറ്റ് ലഭിച്ചാൽ അടുത്തവണ ഭരണം കിട്ടുന്ന കാര്യം സംശയം വേണ്ട. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത തവണത്തെ ഇലക്ഷൻ നേരിടുക ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ചേർന്നുകൊണ്ടാ. BJP ഒറ്റയ്ക്കായിരിക്കും. അത് പുറത്ത് എങ്ങനെയാണോ അത് ഇവിടെ കേരളത്തിലും കാണാം. 100%. അധികം വൈകാണ്ട സംഭവിക്കും. ജനങ്ങൾക്ക് മടുത്തിട്ടുണ്ട്. ഈ സാധാരണക്കാരുടെ മുമ്പിൽ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ കൊടുത്ത് ഇലക്ഷൻ വരുന്ന സമയത്ത് കഴിഞ്ഞാണ് കുറെ കിറ്റ് കൊടുത്തു, അല്ലെങ്കിൽ 2000 രൂപ പെൻഷൻ കൊടുത്തു. സാധാരണക്ക് പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ പെൻഷൻ കൊടുത്തൊരു വാർത്തയായിരുന്നില്ല. പെൻഷനൊന്നും എൻ്റെ ജീവിതത്തിൽ വാർത്തയായിരുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വാർത്തകൾ വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസത്തെ പെൻഷൻ വിതരണം ചെയ്തു. പക്ഷെ അതൊരു അവകാശമാണ്, അതൊരു ഔദാര്യം എന്ന രീതിയിലാണല്ലോ പ്രചരിപ്പിക്കുന്നത്. പ്രൊജക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്ന് 2000 രൂപ പെൻഷൻ വിതരണം ചെയ്തു, 2 മാസത്തെ പെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഇതെന്താ? ഇതിലാണ് ശരിക്കും എന്താണത്? ഇതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഒരു ഭരണത്തിന്റെ നേട്ടമായിട്ട് കാണിക്കുന്ന ഇതാണോ? അല്ല, ഇവിടുത്തെ ഇത്രയും യുവാക്കൾക്ക് ഞങ്ങൾ തൊഴിൽ കൊടുത്തു. PSC കാത്തുകെട്ട് കിടക്കുന്ന ഇത്രയും പേർക്ക് നമ്മൾ ജോലി കൊടുത്തു. ഇത്ര കുടുംബങ്ങളെ നമ്മൾ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് എത്തിച്ചു. അങ്ങനെ ഒരു റിപ്പോർട്ടാണല്ലോ നമുക്ക് വേണ്ടത്. ഞങ്ങൾ 2000 രൂപ പെൻഷൻ കൊടുത്തു. ഈ പെൻഷനും ഇവിടെ നിന്ന് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളും കാത്തുകെട്ടി കഴിയുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്ന ഒരു ഭരണ സംവിധാനമായി മാറി. അതുകൊണ്ട് നമ്മുടെയൊക്കെ അടുത്ത കാലഘട്ടത്തിൽ സർക്കാരിന് എന്തെങ്കിലും കിട്ടിയാലാണ് ഇനി കഴിയാൻ പറ്റുള്ളൂ എന്ന തരത്തിലേക്ക് പോകാൻ, സ്വന്തമായിട്ട് ചിന്തിക്കാനും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും സ്വന്തമായിട്ട് പണം സമ്പാദിക്കാനൊക്കെ ഈ നാട്ടിൽ അവസരങ്ങൾ ഉണ്ടാവണം. അതാണല്ലേ സമഗ്രമായൊരു മാറ്റം എന്ന് പറയുന്നത്. മാറ്റം അവിടെയാണല്ലോ തുടങ്ങേണ്ടത്. എല്ലാം സർക്കാർ തരും, സർക്കാരിന് വേണ്ടി കാത്തിരിക്കുക. ഇപ്പൊ സാധാരണ ആളുകൾക്ക് വീട്, ഇപ്പൊ എൻ്റെ അനുഭവത്തിൽ ഒരുപാട് പേർക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് വീട് ലൈഫ് എന്ന പേരിലും PMAY എന്ന പേരിലും വീട് കിട്ടിയിട്ടുണ്ട്. ആദ്യഘട്ടം 40,000 രൂപ എല്ലാവർക്കും കൊടുത്തു ഇലക്ഷന് മുന്നോടിയായിട്ട്. പിന്നീട് പണം കിട്ടാതെ ഇരിക്കുന്ന വീട് പൊളിച്ച് മാറ്റിയിട്ട് പുതിയ തറ ഇട്ടിട്ട് കാത്തിരിക്കുക. എത്രയോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരുപാട് കൊടുക്കണമെങ്കിൽ സർക്കാരിന്റെ കയ്യിൽ അതിനുള്ള പണമില്ല, എന്നതൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ വയനാട് ടൗൺഷിപ്പ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടിരുന്നു. അത് ഗംഭീരമായിട്ട് വാർത്തയിലൊക്കെ വന്നെങ്കിലും അത് പക്ഷെ താമസയോഗ്യമായിട്ടില്ല എന്ന് കേൾക്കുന്നു. ഒന്നും ആയിട്ടില്ല. അതെ, ഇവിടെ വാർത്തകൾ മാത്രമേ വേണ്ടുള്ളൂ. ഇപ്പൊ എന്ത് ചെയ്താലും ഞങ്ങൾ ചെയ്തു എന്നറിയിക്കുന്ന ഒരു വാർത്തകളെ സൃഷ്ടിക്കുക. PR ഇപ്പൊ അതാണല്ലോ ഒരു വാക്ക്. PR, ഞാനത് പറയേണ്ട വെച്ചിട്ടാണ്. വാർത്തകളെ സൃഷ്ടിക്കുക. ഇത് പണ്ടുണ്ട് ആ വാക്ക്. PR എന്നുള്ള വാക്ക് ഇന്നാണ് കുറച്ച് ഫേമസ് ആയത്. അത് അതുകൊണ്ട് സാധാരണക്കാരന് ഗുണമില്ല. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനത് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ശരിയാണോ തെറ്റാണെന്ന് അറിയില്ല. ഒരു പെൻഷൻ വിതരണത്തിന് ആ പാവത്തിന്റെ കയ്യിൽ 2000 രൂപ ഒരാൾ കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഇവിടുത്തെ ഗോവിന്ദ മാഷ്ട കയ്യിലേക്ക് പൈസ കൊടുക്കുകയാണ്. ഇതിലേക്ക് കിട്ടിയ വലിയൊരു കാര്യമാണെന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അങ്ങനെ കുറെ ക്രിയേഷനാണ് ഇവിടെ നടക്കുന്നത്. അത് എത്ര കാലം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഏറ്റവും കൂടുതൽ ശക്തമായ ഒരു സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ് CPM എന്നാണ് പറയാറ്. പക്ഷെ ഈ സമീപ ഭാവിയിൽ ഏറ്റവും കൂടുതൽ പേര് CPM എന്ന് അസംതൃപ്തരായി പോയിരിക്കുന്ന CPM എന്നാണ്. ആരാ പോയിരുന്നത്? സാധാരണക്കാരല്ല പോയിരുന്നത്. G. സുധാകരൻ ഏറ്റവും വലിയ ഉദാഹരണമാണ്. തീർച്ചയായും ഒരു പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി അത്യന്തം കഠിനമായി പ്രയത്നിച്ച, ആലപ്പുഴയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള അദ്ദേഹത്തിന് വരെ അസംതൃപ്തിയാണ്. കാരണമുണ്ട്. പണ്ടത്തെ ശൈലിയല്ല, ശൈലി മാറി പാർട്ടിയുടെ.
അത് മോൾത്തട്ടിൽ ഇത്ര അസംതൃപ്തരാണെങ്കിൽ താഴെത്തട്ടിൽ നല്ലൊരു നേതൃത്വത്തെ കിട്ടിക്കഴിഞ്ഞാൽ അവർ മാറും, യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ BJPക്ക് സ്പേസ് ഉള്ളത്. അവർ പിന്നെ കോൺഗ്രസിനെയും CPM-ന്റെ അസംതൃപ്തി കോൺഗ്രസിലേക്കല്ല പോകുന്നത്, അവർ BJPയിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ കോൺഗ്രസിലുള്ള അസംതൃപ്തി വരുന്നത് BJPയിലേക്കാണ്. അവരെല്ലാവരും ആശ്രയമായി കാണുന്നത് BJPയിലേക്കാണ്. ആ സംഘടനയിൽ വരുമ്പോൾ അവർ ചേർത്ത് പിടിക്കുകയാണ്. അവർക്ക് വേണ്ട മാന്യമായ പദവി, അർഹതമായ ആനുകൂല്യങ്ങൾ, അർഹമായ സീറ്റ്, സംവിധാനം എല്ലാം കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, അടിച്ചകത്താക്കാനാണ് പഠിപ്പിച്ചിരുന്നത്, പിടിച്ച് പുറത്താക്കാനല്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും എത്ര ആളുകൾ വന്നാലും അതിന് സ്വീകരിക്കാൻ തയ്യാറാണ്.